ഇന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേൽ 27-ാം അധ്യായം. 1 ശമൂവേൽ 27-ാം അധ്യായം ദാവീദിൻ്റെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു അധ്യായമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ അനുഭവത്തെക്കുറിച്ച് 28-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിലും നമ്മൾ പറയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചപ്പോൾ അതിനെയും നമ്മൾ പെൻഡിങ് വെച്ചു, പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം 29-ാമത്തെ അധ്യായം, 30-ാമത്തെ അധ്യായം, ഇന്ന് നമ്മൾ പറയുന്ന 27-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളും പ്രത്യേകിച്ച് നല്ല രീതിയിൽ ബന്ധങ്ങളുള്ള അധ്യായമാണ്. ഇത് 3 നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 28-ാം അധ്യായം നേരത്തെ നമ്മൾ പഠിച്ച് മാറ്റിവെച്ചത്. ഇനി നമ്മൾ ഇന്നത്തെ അധ്യായത്തിലേക്ക് വരികയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 27-ാം അധ്യായം. 26-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ശൗലും ദാവീദും തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഒടുവിൽ ശൗൽ ദാവീദിനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുകയാണ്. എങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്? അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്നെടുക്കാമോ? 1 ശമൂവേൽ 26-ാം അധ്യായം 25-ാം വാക്യം. അപ്പോൾ ശൗൽ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ആരാണ് ആരെ അനുഗ്രഹിച്ചത്? ശൗൽ ദാവീദിനെ അനുഗ്രഹിച്ചു. നീ കൃതാർത്ഥനാകും, നിനക്ക് നന്മയുണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെയോ നീ ജയം പ്രാപിക്കും. ശൗല് വളരെ നല്ല രീതിയിൽ ബ്ലസ് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ ദാവീദിൻ്റെ വഴിക്ക് പോയി, ശൗലിൻ്റെ സ്ഥലത്തേക്കും പോയി. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൗലും ദാവീദും തമ്മിൽ എങ്ങനെയാണ് പിരിഞ്ഞത്? നല്ല സമാധാന ബന്ധത്തിലായാണ് ശൗലും ദാവീദും തമ്മിൽ പിരിഞ്ഞത്. അവർ തമ്മിൽ ഒരു അകൽച്ചയുമില്ല. ശത്രുവശത്ത് ശൗൽ കണ്ട ദാവീദ് ഇപ്പോൾ അനുഗ്രഹിച്ച് വളരെ സന്തോഷത്തോടെ മടക്കി അയച്ചു. നീ അനുഗ്രഹിക്കപ്പെടും, നീ കൃതാർത്ഥനാകും, നിനക്ക് നന്മയുണ്ടാകും, നീ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ച് അവർ 2 പേരും 2 വഴിയിലേക്ക് തിരിഞ്ഞുപോയി. എന്നാൽ ഇത്രയും സേഫാക്കി ശത്രുമുഖത്ത് നിന്ന് ഇവർ 2 പേരെ പറഞ്ഞു വിട്ടിട്ടും ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് കുറച്ചു നേരം സ്വന്തം വഴിയിലൂടെ പോകുകയാണ്. എങ്ങനെയാണ് സ്വന്തം വഴിയിലൂടെ പോയതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അനന്തരം ദാവീദ് ഒരു ദിവസം എന്താണ് സംഭവിക്കുന്നതെന്ന് വെറുതെ ഇരുന്ന് ആലോചിക്കുകയാണ്. എന്താണ് അദ്ദേഹം ആലോചിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ. മനസ്സിലായോ എന്താ പറയുന്നത്? കാര്യമൊക്കെ ശരി തന്നെ. ശൗല് പറഞ്ഞത് എന്നെ ഒന്നും ചെയ്യില്ല എന്നാണ്. പക്ഷേ ഉള്ളിലിരുന്ന് ആരോ പറയുകയാണ്, ഞാൻ ഒരു ദിവസം ശൗലിനാൽ മരിക്കും. ആരാണ് ഉള്ളിലിരുന്ന് പറയുന്നത്? ആരായിരിക്കും പറഞ്ഞത്? ആരാണ് പറഞ്ഞതെന്ന് ആ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗ്യത്തിലുണ്ട്. ആരാണ് പറഞ്ഞത് എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അപ്പം മനസ്സ് പറയും. മനസ്സിലായോ? മനസ്സ് പറയും. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഒന്ന്, ദൈവാത്മാവ് നമ്മളോട് പറയും, നമ്മുടെ സെൽഫും നമ്മളോട് സംസാരിക്കും, നമ്മുടെ സ്വയം മനസ്സും നമ്മളോട് സംസാരിക്കും. ഇത് 2 നമ്മൾ മനസ്സിലാക്കാനായി ശ്രമിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദൈവാത്മാവും നല്ല ബോധ്യങ്ങൾ നൽകി നമ്മളോട് സംസാരിക്കും. അതുപോലെ ചില സമയത്ത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവാത്മാവാണോ സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. സെൽഫാണ്, നമ്മുടെ മനസ്സാണ് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞതെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഏറ്റെടുക്കാൻ പാടുണ്ടോ? ഇല്ല. മനസ്സ് പറയുന്നതെല്ലാം നമ്മൾ ചെയ്യാനായി പാടില്ല. ദാവീദിനെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ പറയും. ദാവീദ് ഇസ്രായേലിൻ്റെ ഏറ്റവും മിടുക്കനായ രാജാവാണ്, ദൈവകൃപയുണ്ടായിരുന്നവനാണ്, സങ്കീർത്തനങ്ങൾ ചമച്ചവനാണ്, ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് വേണ്ടി പകർന്നു നൽകിയവനാണ്. ഇതെല്ലാം ഈ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോഴും ഒരു നിമിഷം നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിനെ മാത്രം ആശ്രയിക്കുന്ന മാനസിക നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുമെന്നുകൂടെ പറഞ്ഞു തരാൻ ദാവീദ് എന്ന ഈ മനുഷ്യനെ നമ്മുടെ മുൻപിൽ ദൈവം പറഞ്ഞു നിർത്തി തരികയാണ്. എത്രത്തോളം നമ്മളെ ദൈവത്തോടുള്ള ബന്ധമുണ്ടെങ്കിലും, എത്രത്തോളം ദൈവത്തോട് നമ്മൾ ചേർന്ന് വന്നെന്ന് പറഞ്ഞാലും ചില നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളനുസരിച്ച് പ്രവർത്തിക്കാനായി ശ്രമിക്കും.
അത് ജീവിതത്തിൽ ഒരിക്കലും പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞ് മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കരുതേ എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കാനായി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒന്ന് ദൈവവും സംസാരിക്കും, മറുവശത്ത് ആരും സംസാരിക്കും? മനസ്സും പറയും. മനസ്സ് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല? ഏറ്റെടുക്കാൻ പാടില്ല. ആര് പറയുന്നത് ഏറ്റെടുക്കണം? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഏറ്റെടുക്കണം. അതിന് കാരണമുണ്ട്. നേരത്തെ തന്നെ ദൈവാത്മാവ് അവനെ കംഫർട്ട് ചെയ്ത് വിട്ടതാണ്, നല്ല ഹാപ്പി ആയിട്ട് അവനെ പറഞ്ഞു വിട്ടതാണ്, അല്ലേ? ഒരു പ്രയാസവും ഇല്ല ശൗലിൻ്റെ അരികിൽ നിന്ന് പോകുമ്പോൾ. നമുക്ക് വരുന്ന ഒരു പ്രശ്നം, നമ്മളെല്ലാ പ്രശ്നങ്ങളുമൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്ന് നിറയും. നമ്മൾ ഈ മനസ്സിലുള്ള കാര്യങ്ങളെ ചിന്തിക്കും. ഒന്നുകിൽ ഏതെങ്കിലും രോഗമായിരിക്കാം, രോഗം നമുക്ക് സൗഖ്യമായി എങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കും, ഇനി ആ രോഗം വരുമോ, വന്നാൽ എന്തു ചെയ്യും? മക്കളുടെ ചില പ്രശ്നങ്ങൾ മാറിയതായിരിക്കും, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചിന്തിക്കും, മക്കൾക്ക് ഇനിയും പ്രശ്നം വരുമോ? ഈ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കും. അപ്പം മനസ്സാണോ സംസാരിക്കുന്നത്, ദൈവാത്മാവാണോ സംസാരിക്കുന്നത്? ഇത് രണ്ടും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീങ്ങും. ഇവിടെ ശൗല് അനുഗ്രഹിച്ച് വിട്ടു, ദൈവാത്മാവിൻ്റെ കൃപയുണ്ടായിരുന്നു. എങ്കിലും ചില സമയത്ത് നമ്മൾ ഇതുപോലെ വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് ദാവീദിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ദാവീദ് പറയുകയാണ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത വാഗ്ദത്തം എന്താണ്? നീ ശൗലിന് പകരം രാജസിംഹാസനത്തിൽ ഇരിക്കുമെന്നതാണ് ദൈവാത്മാവിലൂടെ അവന് കിട്ടിയ വാഗ്ദത്തം. അങ്ങനെ ഒരു വാഗ്ദത്തം ഉണ്ടായിരിക്കെ ശൗലിനാൽ നശിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ച ചില വാഗ്ദത്തമുണ്ട്. ശമൂവേൽ പ്രവാചകൻ വഴി അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ രാജസിംഹാസനത്തിൽ ഇരുത്തി നീ എല്ലാ ഇസ്രായേലിനും 12 ഗോത്രങ്ങളെയും നീ ഭരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം നമ്മളെക്കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നും പറഞ്ഞതുപോലെ നടക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മനസ്സിൽ ചിന്തിച്ച് അങ്ങനെയൊന്നും നടക്കില്ല, ഇങ്ങനെ ആയിപ്പോകും എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല എന്നുകൂടെ ദൈവം നമ്മളോട് പറയാനായി ആഗ്രഹിക്കുകയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതുപോലെ നിവർത്തിക്കും. ദൈവത്തിന് 2 വാക്കില്ല, ഒരു വാക്കേ ഉള്ളൂ. ആ വാക്ക് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൈവം ചെയ്യുന്നവനാണ്. നമ്മളാണ് പലപ്പോഴും എന്ത് ചെയ്യുക, ചിന്തിച്ച് നടക്കുമോ ഇല്ലയോ സംശയങ്ങളൊക്കെ വരുന്നത്. എന്തിനാണ് ദാവീദിനെക്കുറിച്ച് ഇതെല്ലാം പറയുന്നത്? എത്ര നല്ല വലിയ ആളായിരുന്നാലും എന്ത് വരാം, മനസ്സിലുള്ള ചിന്തകൾ പുറത്ത് വന്നേക്കാം. അതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫെലിസ്ത്യരുടെ നാട്ടിലേക്ക് ഓടിപ്പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും പ്രബലരായ ശത്രുക്കളായിരുന്നു ഫെലിസ്ത്യൻസ്. സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഓടിപ്പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശത്രു രാജ്യത്ത് പോയി അഭയം പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും നേരം നമ്മൾ ദൈവം നൽകിയ നന്മകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് നിന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ശത്രുപക്ഷത്തോട്ട് എന്ത് ചെയ്യും? പോകും. ദൈവം അത് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? അല്ല എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ വശത്ത് നിന്നിട്ട് എങ്ങോട്ട് മാറാൻ പാടില്ല? ശത്രുപക്ഷത്തേക്ക് മാറാനായിട്ട് പാടില്ല. അത്രയും മാത്രം അതിൽ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് ആ സമയത്ത് ശൗൽ മതിയാക്കും. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ? ഇത് മനസ്സിൽ നിശ്ചയിച്ചിട്ട് ദാവീദ് പുറപ്പെട്ടു. ദാവീദിൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? ദാവീദിൻ്റെ കൂടെ 600 പേരുണ്ടായിരുന്നു. ഈ 600 പേരും കൂടെ ചേർന്ന് ഗത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഏതാണ് സ്ഥലത്തിൻ്റെ പേര്? ഗത്ത്. ഈ ഗത്ത് എന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം അവിടുത്തെ രാജാവായിരുന്നു ആഖീഷ്. ഗത്തിലെ രാജാവ് ആരാണ്? ആഖീഷ്. അവിടുത്തെ അധിപനായ ആഖീഷിൻ്റെ അരികിലേക്ക് എത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വസിക്കാനായിട്ട് ഈ ദേശത്ത് കുറച്ച് സ്ഥലം നിങ്ങൾ തരണം. രാജകീയ സ്ഥലങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് താമസിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഗ്രാമപ്രദേശത്ത് ഞങ്ങൾക്കൊരു സ്ഥലം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഒരു സ്ഥലം ആഖീഷ് എന്ന രാജാവ് കൊടുത്തു. ആ സ്ഥലത്തിൻ്റെ പേരാണ് സിക്ലാഗ്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? സിക്ലാഗ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? ദാവീദ് എന്ത് ചെയ്തു? ദാവീദ്
മനസ്സ് പറഞ്ഞതുപോലെ കേട്ട് മുന്നോട്ട് പോയി. ശരിയാണോ തെറ്റാണോ? എന്താണ്? തെറ്റാണ്. അപ്പം നമ്മളെ മനസ്സ് പറയുന്നത് കേൾക്കാനായിട്ട് പാടില്ല. ആര് പറയുന്നത് കേൾക്കണം? ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോകുക. എന്നിട്ട് അദ്ദേഹം എവിടെ എത്തി? ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഏതാണ് ഈ ഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഗത്ത് എന്ന് പറയുന്നത് ഈ ഫിലിസ്തീയർ താമസിച്ചിരുന്ന 5 സുപ്രധാന നഗരങ്ങളുണ്ടായിരുന്നു. ഈ 5 സുപ്രധാന നഗരങ്ങളിൽ ഒരു നഗരത്തിൻ്റെ പേരാണ് ഗത്ത്. ഈ 5 നഗരങ്ങൾ ഏതാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ നഗരത്തിൻ്റെ പേര് ഗാസ. ഗാസ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാസ എന്ന് പറയുന്നത് ആര് ഭരിച്ചിരുന്ന നഗരമാണ്? ഫെലിസ്തീയർ ഭരിച്ചിരുന്ന ഒരു നഗരമാണ്. ഫെലിസ്തീയരുടെ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പട്ടണമായിരുന്നു ഗാസ ഒരു വ്യാപാര നഗരമായിരുന്നു. ഗാസ വ്യാപാരം മാത്രമല്ല, ഈ ഫെലിസ്ത്യൻസിൻ്റെ സൈനിക ആസ്ഥാനം നിലനിന്നിരുന്ന സ്ഥലമാണ് ഗാസ. അപ്പോൾ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് അസ്കലോൺ. കേട്ടുണ്ടോ? അസ്കലോൺ എന്ന് പറയുന്നത് ഇവരുടെ കടൽ തീരം വരുന്ന സ്ഥലമാണ്. ഫെലിസ്തീയർ ഭരിച്ചിരുന്ന കടൽ തീരത്ത് വരുന്ന ഒരു നഗരത്തിൻ്റെ പേരാണ് അസ്കലോൺ. അപ്പോൾ ഒന്നാമത്തെ നഗരം ഏതാണ്? ഗാസയുടെ പ്രത്യേകത ഗാസ വ്യാപാര നഗരവും സൈനികാസ്ഥാനവും. രണ്ടാമത്തെ സ്ഥലം ഏതാണ്? അസ്കലോൺ വഴിയാണ് കടൽ വഴിയുള്ള അവരുടെ ഗതാഗത മാർഗവും കാര്യങ്ങൾ കൊണ്ടുവരുന്നതും ബിസിനസ്സും ഒക്കെ നടക്കുന്നത് അസ്കലോൺ വഴിയാണ്. മൂന്നാമത്തെ നഗരത്തിൻ്റെ പേരാണ് അസ്തോദ്. കേട്ടുണ്ടോ? അസ്തോദ് പല സ്ഥലത്ത് നമ്മൾ കേട്ടു പോകും. അസ്തോദിൻ്റെ പ്രത്യേകത, അസ്തോദിലാണ് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമുള്ളത്. ഏതെന്ന് പറയാൻ പറ്റുമോ? യെസ്, ദാഗോൻ്റെ ക്ഷേത്രം. ദാഗോൻ എന്ന ദേവൻ്റെ ക്ഷേത്രമുള്ള നഗരമാണ് അസ്തോദും ഒരു തുറമുഖ നഗരമാണ്. കേട്ടോ, അസ്തോദും തുറമുഖ നഗരമാണ്. അപ്പോൾ 3 സ്ഥലങ്ങൾ പറഞ്ഞു. ഒന്ന് ഗാസ, രണ്ടാമത് അസ്കലോൺ, 3 അസ്തോദിൻ്റെ പ്രത്യേകത, അസ്തോദിൽ എന്തുണ്ട്? ക്ഷേത്ര നഗരമാണ്, തുറമുഖ നഗരമാണ്, ദാഗോൻ്റെ ക്ഷേത്രമുള്ള സ്ഥലമാണ്. 4ാമത്തെ പട്ടണത്തിൻ്റെ പേര് എക്രോൺ. കേട്ടിട്ടുണ്ടോ? എക്രോൺ എന്നൊരു നഗരം. ഈ നഗരത്തിൻ്റെ പ്രത്യേകത, ഇവിടെ അവിടെ ഒരു ദേവനുണ്ട്. ആരാണ്? ബേൽസബൂൽ. കേട്ടിട്ടുണ്ടോ? ബേൽസബൂൽ എന്ന ദേവൻ്റെ നഗരം കൂടെയാണ് എക്രോൺ. നമ്മൾ പിന്നീട് പഠിക്കും സമയം കിട്ടുമ്പോൾ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഒലിവ് ഓയിൽ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് എക്രോൺ. ഇനി 5ാമത്തെ നഗരം ഏതായിരിക്കും? പറഞ്ഞേ, 5 നഗരം ഉള്ളൂന്ന് പറഞ്ഞു, 4 നഗരങ്ങൾ പറഞ്ഞു. 5ാമത്തത് ഏതായിരിക്കും? ഗത്ത്. 5ാമത്തെ നഗരമാണ്, 5ാമത്തെ പ്രധാന നഗരമാണ് ഗത്ത്. ഈ ഗത്തിന് മറ്റൊരു പ്രാധാന്യമുണ്ട്. ഈ ഗത്ത് ഒരു മനുഷ്യൻ്റെ പേരിലാണ് പ്രസിദ്ധമായത്. ആരാണ് ആ മനുഷ്യനെന്നറിയാമോ? ഞാൻ പറയുന്ന ഭാഗം എടുക്കുക. 1 ശമൂവേൽ 17:4. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ ഒരു ഭാഗത്തിൽ നമ്മൾ വായിക്കും, അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു വന്നു. അപ്പോൾ ഗത്ത് ആരുടെ നഗരമാണ്? ഗോലിയാത്ത്. അപ്പോൾ ഗത്ത് ദേശത്തിൽ ഉള്ള ഒരു പ്രബലനായ ഒരു മനുഷ്യനായിരുന്നു ഗോലിയാത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഗത്ത് ദേശം ഭരിക്കുന്നത് ആരാണ്? ആഖീഷ് എന്ന രാജാവാണ്. അപ്പോൾ ഫെലിസ്ത്യർ എന്ന് പറയുന്നത് ഒരു വലിയൊരു സാമ്രാജ്യമായിട്ട് അവരിങ്ങനെ താമസിക്കുന്നു. 5 സുപ്രധാന നഗരങ്ങൾ അവർക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ പേരാണ് ഗത്തിൻ്റെ രാജാവാണ് ആഖീഷ് ഭരിക്കുന്ന സമയത്താണ് ദാവീദ് അങ്ങോട്ട് പോകുന്നത്. 2 പ്രാവശ്യം പോകുന്നുണ്ട്. 1ാമത്തെ പ്രാവശ്യം പോകുന്നത് 1 ശമൂവേൽ 21-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. 1 ശമൂവേൽ 21-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിൻ്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുക്കൽ ഓടിച്ചെന്നു. എന്നാൽ ആഖീഷിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു? മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചു. അവിടെ പോയി ദാവീദ് ബുദ്ധിഭ്രമം നടിക്കുകയാണ് ആഖീഷിൻ്റെ മുമ്പിൽ. കേട്ടോ, ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത മനുഷ്യനെ പോലെ നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ എത്ര പ്രാവശ്യം ആഖീഷിൻ്റെ അടുക്കൽ ദാവീദ് പോയിട്ടുണ്ട്? 2 പ്രാവശ്യം പോയിട്ടുണ്ട്.
ഒന്നാമത്തെ പ്രാവശ്യം പോയത് ഏത് അധ്യായത്തിലാണ്? 1 ശമൂവേൽ 21 അധ്യായത്തിൽ. രണ്ടാമത്തെ പ്രാവശ്യം പോകുന്ന ഏത് അധ്യായത്തിലാണ്? 1 ശമൂവേൽ 27 അധ്യായത്തിൽ. എന്തുകൊണ്ട് ധൈര്യത്തോടെ അവിടെ പോയെന്ന് വെച്ചാൽ, നേരത്തെ പോയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. അന്ന് അഭയം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് അവിടെ പോയാൽ പ്രശ്നമില്ല എന്ന് കരുതിയത്. അപ്പം നമ്മൾ അങ്ങനെയാണ്. ദൈവത്തിൽ നിന്നുള്ള ആശ്രയം ഉണ്ടായിരിക്കെ നമ്മൾ ഒരു സെക്കൻഡറി ഓപ്ഷൻസ് പലയിടത്തായിട്ട് വച്ചിരിക്കും. അവിടെ പോയാൽ കുഴപ്പമില്ല, ഇന്ന സ്ഥലത്ത് പോയാൽ കുഴപ്പമില്ല, അവർ നമ്മളെ കരുതിക്കൊള്ളും, അവർ നമ്മളെ നോക്കിക്കൊള്ളും എന്ന് നമ്മൾ കരുതും. പക്ഷേ ദൈവം അത് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത് സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ ആശ്രയം, നിങ്ങളുടെ സങ്കേതം, നിങ്ങളുടെ കോട്ട, ഇതെല്ലാം സർവശക്തനായ ദൈവം ആയിരിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം മനസ്സിലായോ? നമ്മൾ ഏത് സ്ഥലത്തെക്കുറിച്ചാണ് പഠിച്ചത്? ഗത്തിലെ രാജാവ് ആരാണ്? ആകീഷ്. എത്ര പട്ടണങ്ങൾ ഉൾപ്പെട്ട ഒരു പട്ടണമാണ് ഗത്ത്? 5 പട്ടണങ്ങൾ. ഈ 5 പട്ടണങ്ങൾ ഏത് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ഫലിസ്ത്യരുടെ കീഴിൽ വരുന്നതാണ്. ഈ ഗത്ത് എന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ ഭരിക്കുന്നത് ആകീഷ്. എത്ര പ്രാവശ്യം ഈ ഗത്തിൽ ആകീഷിൻ്റെ അടുക്കൽ ദാവീദ് പോയിട്ടുണ്ട്? 2 പ്രാവശ്യം. ഒന്നാമത്തെ പ്രാവശ്യം പോയത് ഏത് അധ്യായത്തിൽ? 21 അധ്യായത്തിൽ. രണ്ടാമത്തെ പ്രാവശ്യം പോയത് 27 അധ്യായത്തിൽ. അപ്പം നമുക്കിനി വീണ്ടും 27 അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അവിടെ എത്തി ആകീഷിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്രാമത്തിൽ താമസിച്ചാൽ മതി, അതുകൊണ്ട് ഒരു സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അങ്ങനെ അനുവദിച്ചു കൊടുത്ത സ്ഥലത്തിൻ്റെ പേരാണ് സിക്ലാഗ്. 7 വാക്യം വായിക്കുന്നു, ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവും ആയിരുന്നു. എത്ര കാലം അവിടെ പോയി താമസിച്ചു? 1 വർഷവും 4 മാസവും. അങ്ങനെയെങ്കിൽ 1.25 വർഷം എവിടെ പോയി താമസിച്ചു കാണും? ഗത്ത് എന്ന സ്ഥലത്ത് അദ്ദേഹം പോയി താമസിച്ചു. ഇനി അവിടെ താമസിച്ചിട്ട് ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. ദാവീദ് ചെയ്യുന്നത്, ദാവീദ് ചില പ്രദേശങ്ങളിലേക്ക് തൻ്റെ കൂടെയുള്ള ഈ 600 സൈനികരെയും കൊണ്ട് യുദ്ധത്തിന് പോകും. അവിടെ പോയി അവിടെയുള്ള സകല കാര്യങ്ങളും ക്രമീകരിച്ച് കൊള്ള മുതലെല്ലാം കൊണ്ട് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വരുമ്പോൾ ആകീഷ് ചോദിക്കും, ദാവീദ് നീ എവിടെയാണ് പോയതെന്ന് പറയും. പോയ സ്ഥലം പറയില്ല, കള്ളം പറയും. അതാണ് ഇവിടുത്തെ പ്രശ്നം. പോയത് ചില സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കാനാണ്, എന്നാൽ പറയുന്നത് ഇസ്രായേൽ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ചില സ്ഥലങ്ങൾ ആക്രമിക്കാനാണ് പോയതെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായും ആകീഷ് ചിന്തിക്കും, ദാവീദ് ഇപ്പോൾ ഇസ്രായേലിന് എതിരാണ്, അതിനു വേണ്ടിയാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു കള്ളത്തരത്തിലൂടെ ആ രാജ്യത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് വായിക്കാം 8 വാക്യം. ദാവീദും അവൻ്റെ ആളുകളും 3 സ്ഥലങ്ങളിലേക്ക് പോകും. 1 ഗെശൂര്യർ, 2 ഗസ്രിയർ, 3 അമാലോക്യർ. ഇവരെ ചെന്ന് ആക്രമിച്ചു. ഇവർ 3 പേരും ആരൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം. ആരൊക്കെയാണ്? ഗെശൂര്യർ, കണ്ടോ? ഗെശൂര്യർ, 2 ഗസ്രിയർ, 3 അമാലോക്യർ. ഈ അമാലോക്യരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആരാണ് എന്ന് നമുക്ക് അറിയാം. മറ്റ് 2 പേരെക്കുറിച്ച് നമുക്ക് അത്ര അറിവൊന്നുമില്ല. ഗെശൂര്യർ ആരാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ശമൂവേലിൻ്റെ പുസ്തകം 3 അധ്യായം 3 വാക്യത്തിൽ വായിച്ചാൽ മനസ്സിലാകും. 2 ശമൂവേൽ 3 അധ്യായം 3 വാക്യം കണ്ടോ? അവിടെ എഴുതിയിട്ടുണ്ട്, ഗെശൂർ രാജാവായ തൽമയുടെ മകൾ മഖയുടെ മകനായ അബ്ശലോം. എന്തെങ്കിലും കണക്ഷൻ മനസ്സിലായോ? ഈ ഗെശൂര്യരിൽ നിന്ന് ഉണ്ടായ ഒരു വ്യക്തിയാണ് അബ്ശലോം. ഇപ്പോൾ ദാവീദ് ഇപ്പോൾ പോയി ഈ ഗെശൂര്യരെ ആക്രമിച്ചുവെങ്കിലും പിന്നത്തേതിൽ ദാവീദ് അങ്ങോട്ട് വിവാഹ ആലോചനയുമായിട്ട് പോയി. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഗെശൂർ രാജാവായ തൽമയുടെ മകൾ മയഖയെ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ആരെ കല്യാണം കഴിച്ചു? ഗെശൂരിലെ രാജാവായ തൽമിയുടെ മകൾ മയഖയെ കല്യാണം കഴിച്ചു. ഈ മയഖയിൽ ജനിച്ച മകൻ്റെ പേരാണ് അബ്ശലോം. ദാവീദിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ആരിൽ നിന്നാണ്? അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇവരോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്?
ഇവരെ യുദ്ധം ചെയ്ത് ഇവരെ ഒക്കെ നശിപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. ഇവരോടൊന്നും ഒരു അലയൻസും വയ്ക്കാൻ പാടില്ല, ഇവരോടൊന്നും ഒരു ബന്ധവും വയ്ക്കേണ്ട കാര്യമില്ല. ദൈവം വെറുത്ത് മാറ്റി നിർത്തിയ ഇവരോട് ദൈവത്തിൻ്റെ മക്കളും മാറി അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ദൈവം അനുവദിച്ചിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗശൂര്യരോട് ചേർന്ന് നിൽക്കാൻ അനുവാദമില്ലായിരുന്നിട്ട് പോലും അവിടെ പോയി കല്യാണം കഴിച്ച് അതിലെ ഒരു മകനുണ്ടായ അബ്ശലോം, അവനെ കൊണ്ട് ഏറ്റവും ഒടുവിൽ ഒരു സമാധാനവും ഇല്ലാതെ ദാവീദ് ജീവിക്കേണ്ടി വന്നു. അവനെ ഭയന്ന് ഓടേണ്ടതായിട്ട് വന്നു, അബ്ശലോമിനെ ഭയന്ന്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഈ ഗശൂര്യരെന്ന് പറഞ്ഞാൽ ദാവീദ്, ഇത് പറഞ്ഞു പോകുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ഗശൂര്യരുടെ റോൾ എന്തെന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഗശൂര്യരോട് ഫൈറ്റ് ചെയ്യാൻ പോയി. ആരാണ് ഗശൂര്യരിൽ നിന്ന് ദാവീദിനുള്ള ബന്ധം, അത് പറയാനായിട്ട് പറയുകയാണ്. രണ്ടാമത് അവിടെ പറയുന്നത് ആരാണ്? ഗശൂര്യർ കഴിഞ്ഞ് രണ്ടാമത്തെ ആരാണ്? ഗസ്രിയർ. അവരും ഇതുപോലെ ദൈവം അകറ്റി നിർത്തിയ ഒരു ജാതിയാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അമലോക്യർ. ആരാണ്? അമലോക്യർ. ഈ അമലോക്യരാണ് ഉള്ളതിൽ ഏറ്റവും പ്രശ്നക്കാരെന്ന് പറയുന്നത്. ഗസ്രിയയിലുള്ളവർ അത്ര പ്രശ്നക്കാരല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കിയ ഗശൂര്യരും അത്ര പ്രശ്നക്കാരല്ല. അപ്പോൾ ദാവീദ് വിചാരിച്ച് കുഴപ്പമില്ല, ഇവരോടൊക്കെ ചെറിയ രീതിയിൽ യുദ്ധമൊക്കെ ചെയ്ത് ഒരു അലയൻസൊക്കെ ഇട്ട് മുന്നോട്ട് പോകാം. എന്നാൽ ദാവീദ് ഇസ്രായേലിന് രാജാവാകുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ബൈബിളുള്ള എല്ലാവരും ഒന്നെടുത്തേ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. അവിടെ എന്താ നമ്മൾ പറയുന്നത്? രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. എന്താണ് ചെയ്തതെന്നറിയാമോ? ഈ സമയത്ത് ഇവർ യുദ്ധം ചെയ്ത് മുന്നോട്ട് ഇവർ മരുഭൂമിയിലൂടെ പോകുകയാണ്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇവർ ക്ഷീണിച്ചപ്പോൾ ഇവരിൽ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരും ബലഹീനരും ദുർബലരുമായ ആൾക്കാരെല്ലാം എങ്ങനെയായിരിക്കും പോയത്? ഫ്രണ്ടിൽ നിന്ന് പോയിക്കാണോ ബാക്കിൽ നിന്ന് പോയിക്കാണോ? ഏറ്റവും പുറകിൽ നിന്നാണ് പോയത്. ഇവന്മാരെന്ത് ചെയ്തെന്നറിയാമോ? ഈ അമലോക്യർ പോയിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ആരാധിക്കാനായി ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന മരുഭൂമി പ്രയാണത്തുള്ള ഈ ജനത്തിൽ ഏറ്റവും ദുർബലരായവരെ ആക്രമിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുർബലരെ എന്ത് ചെയ്യാൻ പാടില്ല? തൊടാനായിട്ട് പെർമിഷൻ ഇല്ല. യുദ്ധം ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? സൈനികർ തമ്മിൽ യുദ്ധം ചെയ്യാം, പ്രശ്നമില്ല. ഒരു സൈന്യവും മറ്റൊരു സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാം. ഈ പാവപ്പെട്ട ആൾക്കാരെ ഒരിക്കലും ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കാനായിട്ട് പാടില്ല എന്നതാണ് നിയമം. അങ്ങനെ ഒരു നിയമം ദൈവത്തിനുണ്ടായിരിക്കെ, ദൈവം അങ്ങനെ കരുതിയിരിക്കെ, ഈ അമാലോക്കി ചെയ്തൊരു തെറ്റ്, അമലോക്കിയരെല്ലാവരും കൂടെ വന്നിട്ട് ഈ പുറകിലൂടെ പോയ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, ക്ഷീണിച്ചു പോയവർ, നടക്കാൻ പറ്റാത്തവർ, മുടന്തർ, അംഗഹീനർ, രോഗികൾ, ഇവരെയൊക്കെ ആക്രമിച്ചു. അങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല. ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അവിടെ മോശയും അഹരോനും ഹൂരും ഇവർ 3 പേരും കൂടെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, മോശയോട് വടി ഉയർത്തിപ്പിടിക്കാനായിട്ട് പറഞ്ഞു. ചില സമയത്ത് മോശയുടെ കൈ താഴുമ്പോൾ അമലോക്യർ ജയിക്കും. അഹരോനും ഹൂരും കൂടെ മോശയുടെ കൈയെ താങ്ങി വടിയെ ഉയർത്തി നിർത്തി. ആ സമയത്തെല്ലാം ഇസ്രായേൽ മക്കൾ ജയിക്കും. ഒടുവിൽ ജയിച്ചു, പക്ഷെ പൂർണ്ണമായിട്ട് ജയിച്ചില്ല. അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമാണ് 14-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചു. ഭയങ്കര ശക്തമായ ഒരു വചനമാണ്. ഞാൻ വായിക്കാം. പുറപ്പാട് 17-14. ഇത് നീ ഒരു ഓർമ്മയായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ദൈവം പറയാൻ, ഞാനിത് മറക്കില്ല. എന്താണത്? ഞാൻ അമാലോക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. അമാലോക്യരെ ഭൂമിയിൽ നിന്ന് അശേഷം നശിപ്പിച്ചു കളയും. എന്നിട്ട് പറഞ്ഞു, ഇത് യഹോവ നിസ്സി എന്ന പേരിൽ ഒരു യഹോവ എൻ്റെ ജയക്കൊടി. അതായത് ഇത് കഴിയുന്നത് വരെ ഇതൊരു ശക്തമായിട്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് യഹോവയ്ക്ക് അമാലോക്കിന് തലമുറയായി യുദ്ധമുണ്ട് എന്ന് ദൈവം അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, ഒന്നാമത് പറഞ്ഞ കാര്യം, ഇത് നീ ഓർമ്മയായിട്ട് എഴുതി വയ്ക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന,
കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്, ചില സാധാരണക്കാരായ ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപക്ഷെ വലിയ സമ്പത്തൊന്നും കാണില്ല, അവർ വളരെ ദുർബലരായിരിക്കും, പറയത്തക്ക പ്രൗഢിയൊന്നും കാണത്തില്ല. അവർ ദൈവത്തിൻ്റെ ആരാധിക്കാനും ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാണ്. അവരെ പിന്നിൽ നിന്ന് ആക്രമിച്ചാൽ ദൈവം വെറുതെ വിടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതായത് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്ന ജനത്തെ, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ദൈവം ക്ഷമിക്കില്ല. അതാണ് അമാലോക്കിന് പറ്റിയ പ്രശ്നം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന, നമ്മളോട് ദൈവം പറഞ്ഞൊരു കാര്യം എന്ന് ഉണ്ടെങ്കിൽ, നമുക്കൊരാളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരിട്ട് പറയണം, മുഖത്ത് നോക്കി പറയണം. നമ്മൾ ഈ അടിയിൽ കൂടെ പാര വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അത് എഴുതി വയ്ക്കും. അതാ പറയാം, അമാലോക്കിനെ പറ്റിയ പ്രശ്നം അതാണ്. ഒരാളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, ഫ്രണ്ടിലൂടെ വന്ന് എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, കാര്യം പറയണം, പോകണം. എന്നാൽ പുറകിലൂടെ, പിന്നിലൂടെ ആക്രമിക്കാനായി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ പിന്നിലൂടെ നമ്മളൊരു മനുഷ്യനെ, ഒരു കുടുംബത്തെ നമ്മൾ മോശക്കാരാക്കാനായിട്ട് ശ്രമിച്ചാൽ, അതെല്ലാം ദൈവം അമാലോക്കിനെ കുറിച്ച് ഓർമ്മിച്ച് വച്ചതുപോലെ ദൈവം എന്ത് ചെയ്യും? ഓർമ്മിച്ച് വയ്ക്കും. എനിക്കറിയാം, പല കുടുംബങ്ങളും നശിച്ചു പോയതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ അമാലോക്കിയരുടെ സ്വഭാവം കാണിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ നല്ല ഒരു ഓർമ്മയിൽ ഇരിക്കണം. നമ്മൾ ഒരിക്കലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും പുറകിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? കുത്താനായിട്ട് പാടില്ല, പുറകിൽ നിന്ന് ആക്രമിക്കാനായിട്ട് പാടില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ കൂടെ ചേർത്ത് നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം അമാലോക്കിയരെക്കുറിച്ച് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. വേറെ ഒരു ജാതിയെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ബാക്കി ഉള്ളവർ യുദ്ധത്തിന് വന്നാൽ അവരെന്താണ് ചെയ്യുന്നത്? ഒരു സൈന്യമായിട്ട് വരുന്നു, ഒരു വശത്ത് പാളയം ഇറങ്ങുന്നു, യുദ്ധം ചെയ്യുന്നു, അവർ പോകുന്നു. അതൊന്നും ശാപമായിട്ടില്ല. പക്ഷേ പിന്നിൽ നിന്നുള്ള ആക്രമണം, പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ദൈവമക്കൾക്കെതിരെ ഒരിക്കലും അനുവദിക്കില്ല. അതിന് ദൈവം ഓർമ്മ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന പറയുക. യോശുവയോട് പറയുകയാണ്, നീ ഇത് ഓർമ്മ പുസ്തകത്തിൽ എഴുതി വയ്ക്കണം. എഴുതി വയ്ക്കുക മാത്രമല്ല, യോശുവയെ പറഞ്ഞ് കേൾപ്പിക്കണം, ഇനി വരുന്ന ജനറേഷനെ പറഞ്ഞ് കേൾപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, അമാലോക്കിന് തലമുറയായിട്ട് ഈ ഒരു ഫൈറ്റ് ഉണ്ടാകും, ദൈവം അവരെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്. ഇനി അടുത്ത്, ആരാണ് അമലേക്യർ? അമലേക്യർ ചെയ്ത തെറ്റ് മനസ്സിലായോ? അപ്പോൾ നമുക്കതിലുള്ള പാഠം എന്താണ്? നമ്മൾ ഒരിക്കലും ദൈവമക്കളെ പിന്നിൽ നിന്ന് കുത്താനോ അവരെക്കുറിച്ച് മോശകാര്യങ്ങൾ പറയാനോ അവരെക്കുറിച്ച് ആരോപണങ്ങൾ പറയാനോ പിന്നിൽ നിന്ന് ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അമലോക്ക് ചെയ്ത തെറ്റിന് നമ്മൾ ഭാഗഭാക്കുകളായി കഴിഞ്ഞു. നമ്മളതുകൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. എന്ത് പറയാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മുന്നിൽ നിന്ന് സംസാരിക്കാം. ആരാണ് അമലോക്യർ? ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം 12-ാം വചനം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. തിമ്ന കേട്ടിട്ടുണ്ടോ? തിമ്ന എന്നവൾ ഏശാവിൻ്റെ മകനായ എലീഫസിൻ്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫസിന് അമലേക്കിനെ പ്രസവിച്ചു. അങ്ങനെയെങ്കിൽ ആരാണ് അമലേക്ക്? എലീഫസിൻ്റെ മകൻ. എലീഫസ് ആരാണ്? ഏശാവിൻ്റെ മകൻ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ മക്കളാണ്, അല്ലേ? ഇസ്രായേൽ മക്കൾ യാക്കോബിൻ്റെ മക്കൾ. ഏശാവിൻ്റെ മക്കളിൽപ്പെട്ട ആളാണ് ആരാണ്? അമലേക്ക്. അങ്ങനെയെങ്കിൽ അമലേക്യരും ഇസ്രായേൽ മക്കളും ആരാണ്? സഹോദരങ്ങൾ തമ്മിൽ, സഹോദരന്മാർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ദൈവം അനുവദിച്ചിട്ടുണ്ടോ? അതാണ് രണ്ടാമത്തെ തെറ്റ്. ഇവർ തമ്മിൽ രക്തബന്ധമുള്ളവരാണ്. ഏശാവിൻ്റെ ചെറുമകനാണ് അമലേക്ക്. അതുപോലെ ഇസ്രായേൽ മക്കൾ ആ ഗോത്രങ്ങളെല്ലാം അതുപോലെ വരും, ചെറുഗോത്രങ്ങളായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു പ്രയാസപ്പെട്ട് ഈജിപ്തിലെ അടിമത്തത്തിലെല്ലാം കിടന്നപ്പോൾ സഹായിക്കാൻ പോകാത്ത അമലേക്ക് ദൈവം അവരെ വിടുവിച്ച് ഒരു നന്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സഹോദരങ്ങൾ തമ്മിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതും ദൈവം എന്ത് ചെയ്തിട്ടില്ല? അനുവദിച്ചിട്ടില്ല. ദൈവം അതിനും കണക്ക് വയ്ക്കും. അതാണ് രണ്ടാമത് പറയുന്ന കാര്യം. സഹോദരങ്ങൾ തമ്മിൽ മറ്റൊരു സഹോദരന്, ഒരു സഹോദര കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായാൽ എന്തു മാത്രമേ ചെയ്യാവൂ? കൈത്താങ്ങ് പകരാൻ മാത്രമേ അനുവാദമുള്ളൂ. പിന്നിൽ നിന്ന് വലിച്ചു താഴെയിടാനായി അനുവാദമില്ല. അപ്പോൾ മനസ്സിലായല്ലോ അമലേക്ക് ചെയ്ത തെറ്റെന്താണെന്ന്. അമലേക്ക് ആരാണപ്പോൾ? ഏശാവിൻ്റെ ചെറുമകൻ.
അങ്ങനെയെങ്കിൽ യാക്കോബിൻ്റെ തലമുറയും അമലേക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരങ്ങൾ, രക്തബന്ധമാണ്. അപ്പോൾ രക്തബന്ധം മറ്റൊരാൾക്കെതിരെ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പാടുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്, ദൈവം അതിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഇനി ഒരു ഭാഗം കൂടെ വായിക്കാം. ഇത് നമ്മൾ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. ആവർത്തനം 25, ആവർത്തന പുസ്തകം 25-ാം അധ്യായം 17-ാം വചനം എടുത്തായിരുന്നോ? ആവർത്തനം 25:17. ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പുസ്തകമാണ്. ആവർത്തനം 25:17 ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വച്ച് അമലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെ സംഹരിച്ച കാര്യം നീ ഓർത്തുകൊള്ളണം. കേട്ടോ? എന്നിട്ട് പറഞ്ഞു, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ നിന്റെ ചുറ്റുപാടുള്ള സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നിനക്ക് നീക്കിത്തരുന്ന സ്വസ്ഥമായിരിക്കുമ്പോൾ നീ അമലേക്കിനെ, അവൻ്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കിക്കളയണം. ഇതാണ് ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞിരുന്നത്. ഇതാണ് നിയമം. അങ്ങനെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ആദ്യമായിട്ടൊരു രാജാവിനെ കൊടുത്തു. രാജാവിനെ കൊടുത്തതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുക? യുദ്ധത്തിന് ഇറങ്ങുന്നത്. അതുവരെ എന്ത് ചെയ്യാറില്ല? അവർ യുദ്ധം ചെയ്യാറില്ല. ആരാണ് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്? ദൈവം നേരിട്ട് യുദ്ധം ചെയ്യും. ഇവർ മിണ്ടാതെ നിൽക്കും, ആളായിട്ട് അങ്ങനെ നിൽക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇവർ ചെയ്യേണ്ടി വന്നില്ല. ആദ്യമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവർ രാജ്യമായതിനു ശേഷമാണ്. അതാണ് ഇവിടെ സ്വന്തം ദേശത്ത് അവരെത്തിയതിന് ശേഷമാണ് അവർ യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ ഒന്നാമത്തെ രാജാവ് ആരായിരുന്നു? ശൗൽ. അപ്പോൾ ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദേശത്തെത്തി, അവിടെ നിങ്ങൾ ഒരു രാജ്യമായി, നിങ്ങൾക്കൊരു രാജാവുണ്ടായി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ട് വരുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കാം. പക്ഷെ അമലോക്കിനെ എന്ത് ചെയ്യരുത്? വെറുതെ വിടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗം വായിച്ചാൽ മനസ്സിലാകും. 1 ശമൂവേൽ 15-ാം അധ്യായം. 1 ശമൂവേൽ 15-ാം അധ്യായം. അവിടെ നമ്മൾ ഇടയ്ക്ക് പഠിച്ചു പോയതാണ്. ശൗല് ഇസ്രായേൽ രാജാവായിരിക്കുമ്പോൾ ശമൂവേലിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് നീ ഒരു കാര്യം ചെയ്യുക, അമലോക്യരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. ശൗൽ എന്ത് ചെയ്തു? നശിപ്പിച്ചോ? ഇല്ല. ശൗൽ പോയി യുദ്ധം ചെയ്തു, അവിടുത്തെ രാജാവിനെയും പിടിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവൻ കൊള്ള മുതലായിട്ട് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇത് എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ചോദിച്ചു, എന്തിനാണ് നീ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നത്? അപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ദൈവത്തിന് യാഗം അർപ്പിക്കാനായിട്ട് ഉള്ളതാണെന്ന് പറഞ്ഞു. ഈ ഒരേ ഒരു കാരണം കൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, അനുസരിക്കുന്നതാണ് യാഗത്തെക്കാളും നല്ലത്. നീ എന്തനുസരിച്ചില്ല? പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്. ഈ ജനത്തെ കൊണ്ടുവരുമ്പോൾ നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് നീ അനുസരിച്ചില്ല. ആ ഒരേ ഒരു കാര്യം കൊണ്ട് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മെതസിനെക്കാളും നല്ലതാണ്. അതുകൊണ്ട് നീ കൊണ്ടുവന്ന മുട്ടാടുകളും വേണ്ട, എനിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നീ എൻ്റെ വചനത്തെ എങ്ങനെ തള്ളിക്കളഞ്ഞോ? വാക്യം 15:23 നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിയിരിക്കുന്നു. അപ്പോൾ ശൗലിനെ ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് ശൗൽ രാജസ്ഥാനത്ത് നിന്ന് ഇറങ്ങാനായിട്ട് ഇടയായത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം പറഞ്ഞ പഴയ ഒരു വചനത്തെ അനുസരിച്ചില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, പണ്ട് മുതലേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു വചനമാണ് ശൗൽ എന്ത് ചെയ്യാത്തത്? അനുസരിക്കാത്തത്. നമ്മൾ ഇതുപോലെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് എനിക്ക് ബാധകമല്ല, പണ്ട് എഴുതി വെച്ചതാണ്, ഞാൻ അനുസരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് കരുതി നമ്മൾ ഇതിനെ മുഖവിലക്കെടുക്കാതെ നമ്മൾ അതിന് വാല്യൂ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ദൈവം എന്ത് ചെയ്യും? നമ്മളോട് ഇടപെടും. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ എന്ത് ചെയ്തിരിക്കും? ശക്തമായി ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത് ദാവീദിനറിയാം. ആർക്കറിയാം? ദാവീദിന് ഇതറിയാം.
അതുകൊണ്ടാണ് ഇവൻ ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കുമ്പോഴും ഇവൻ്റെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും അമലോക്യരെ പോയി ആക്രമിച്ച് തോൽപ്പിക്കണം. 600 പേരെ കൂടെ ഉള്ളൂ. പക്ഷേ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്മാരെ എന്ത് ചെയ്തിരിക്കണം? പൂർണ്ണമായിട്ടും ആക്രമിച്ച് നശിപ്പിച്ചിരിക്കണം. അപ്പോൾ ഫെലിസ്ത്യ ദേശത്ത് ഇവൻ പോയി താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ദാവീദിൻ്റെ മനസ്സിലുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും ദൈവം പറഞ്ഞൊരു കാര്യം ഞാൻ വേറൊരു ദേശത്തായാൽ കൂടെയും അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അമലോക്യരെ നശിപ്പിക്കാനായി അവർക്കെതിരെ രാജാവായ ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജകീയ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് ദാവീദ് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ആദ്യഘട്ടമായിട്ട് അമലോക്കിനെ ആക്രമിച്ചു. അപ്പോൾ 3 പേരെയാണ് ആക്രമിച്ചത്. ഒന്നാമത്തേത് ആരെയായിരുന്നു? ഒന്നാമത്തേത് ഗശൂര്യർ. ഞാൻ പറഞ്ഞു വന്നു. ആരുടെ പിന്തുടർച്ചക്കാരാണ്? നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അബ്ശലോമിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ഗശൂര്യർ, രണ്ടാമത് ഗസ്രിയർ, 3 അമലോക്യർ. ഇവരെ 3 പേരെയും പോയി ആക്രമിച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ പോയി ആക്രമിച്ചു, അമലോക്യരെ ആക്രമിച്ചു. തിരിച്ചു വന്നു. ഒരു അറിവും ആഖീഷിനോട് പറയാറില്ല ആരെയാണ് ആക്രമിക്കാനായിട്ട് പോയതെന്ന്. ആരെ ആക്രമിക്കാൻ പോയി എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി, ഞാൻ യഹൂദയിലെ ചില സ്ഥലങ്ങൾ, അതായത് ഇസ്രായേൽ മക്കളെയാണ് ഞാൻ ആക്രമിക്കാൻ പോയതെന്ന് കള്ളം പറയും. ആ പറയുന്നതിന് പിന്നിലൊരു കാര്യമുണ്ടെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. 29-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിക്കും. 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ആഖീഷിനോട് കൂടി ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ സ്വന്തം ദേശമായ സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായിട്ട് അമലോക്യർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇപ്പോൾ ദാവീദ് എവിടെയാണ് താമസിക്കുന്നത്? സിക്ലാഗിലാണ്. ആഖീഷിൻ്റെ കൂടെ യുദ്ധം ചെയ്യാനായിട്ട് ദാവീദ് പുറപ്പെട്ടു പോയ സമയത്ത് ഈ സിക്ലാഗ് എന്ന് പറയുന്ന ഗ്രാമം അമലോക്യർ പൂർണ്ണമായിട്ടും ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ദാവീദിൻ്റെ ഭാര്യമാരെ എല്ലാവരെയും കൊണ്ടുപോയി. ദാവീദ് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ദാവീദ് ഉടനെ തൻ്റെ പുരോഹിതനായ അബ്യാഥാറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏഫോദ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഏഫോദ് എന്ന് പറയുന്നത് നമ്മുടെ കുപ്പായത്തിൻ്റെ പുറത്തൂടെ ഇടുന്നൊരു സർപ്ലൈസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കിച്ചണിലേക്ക് നിൽക്കുമ്പോൾ ഒരു ഏഫറോൺ പുറത്തൂടെ ഇടുമല്ലോ. അപ്പോൾ ഈ വാക്കൊക്കെ വന്നത് ഏഫോദിൽ നിന്ന്. അതുപോലത്തെ ഒരു സംഭവം അതിങ്ങനെ പുറത്തൂടെ ഇങ്ങനെ കിട്ടും. അതിൻ്റെ പുറത്ത് ഇവിടെ ഈ ഒരു ബ്രസ്റ്റിൽ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത്രയും വരത്തക്ക രീതിയിൽ ഒരു പ്ലേറ്റ് ഇങ്ങനെ വയ്ക്കും. ഇതിനെ പറഞ്ഞ ബ്രസ്റ്റ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇസ്രായേൽ എത്ര ഗോത്രങ്ങളുണ്ട്? 12 ഗോത്രങ്ങളുണ്ട്. ഇതിനകത്ത് ഈ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 ജുവൽസ്, 12 മുത്തുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. ഈ 12 മുത്തുകൾക്ക് താഴെ ഓരോ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ഏഫോദിനോട് കൂടെ വരുന്ന ഒരു പ്ലേറ്റാണ്. ഇതിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല, പുരോഹിതന്മാർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അതിന് പറയുന്ന പേരാണ് ഊറിയും തുമ്മിയും. ഇങ്ങനെ 2 സംഭവം ഈ പ്ലേറ്റിൻ്റെ അകത്ത് വച്ചിട്ടുണ്ട്. ഇത് ഒരു കാലഘട്ടത്തിൽ ഒരു പുരോഹിതന് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പെർമിഷനുള്ളൂ. അപ്പോൾ ആ പുരോഹിതനാണ് ആരുടെ കൂടെയുള്ളത്? ദാവീദിൻ്റെ കൂടെയുള്ളത്. അബ്യാഥാർ പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ അത് എടുത്തോട്ട് വാ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് വരേണ്ടതെന്നറിയാമോ? ഇതിലൂടെ ദൈവം വെളിപാട് കൊടുക്കും, ദൈവം റെവലേഷൻ കൊടുക്കും. ദൈവം സംസാരിക്കുന്നത് ഇതിലൂടെയാണ്. ഞാനൊരു വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ഊറിയും തുമ്മിയും. അപ്പോൾ അബ്യാഥാർ പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം അണിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധത്തിന് പോകാം. ദൈവം പറഞ്ഞതിനനുസരിച്ച് അവർ പോയി. അങ്ങനെ പോയി യുദ്ധം ചെയ്ത് അമലോക്യരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത അധ്യായത്തിൽ ആര് മരിക്കും? ശൗല് മരിക്കും. അതേ സമയത്ത് രാജാവ് സിംഹാസനത്തിൽ ഇരിക്കും. എന്തായിരുന്നു കാരണം? ദൈവം ഒരു കാര്യം പറഞ്ഞു, അമലോക്യരെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചാൽ നീ രാജസിംഹാസനത്തിൽ ഇരിക്കും, ഇല്ലെങ്കിൽ രാജസിംഹാസനത്തിൽ നിന്ന് വീഴും. അതായിരുന്നു ശൗലിനോട് പറഞ്ഞത്. ശൗൽ അത് ചെയ്തില്ല. ആര് ചെയ്തു? ദാവീദ് ചെയ്തു. ദാവീദ് ചെയ്തപ്പോൾ ദാവീദ് എങ്ങോട്ട് കയറി? സിംഹാസനത്തിലോട്ട് കയറി. അതേ അധ്യായത്തിൽ ആര് വീണു? ശൗല് വീണു. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞത് കേൾക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ദൈവം പറയുന്നതിനോട് മറുതലിക്കുന്നവരെയും അനുസരണക്കേട് കാണിക്കുന്നവരെയും ദൈവം ന്യായവിധിക്ക്
ഇട്ടുകൊടുക്കും. രണ്ടുപേരെയും ഒരുമിച്ച് എന്ത് ചെയ്യില്ല, ദൈവം കൊണ്ടുപോകില്ല. അപ്പോൾ ബാക്കി നമ്മൾ അടുത്ത ആഴ്ച പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വളരെ മനോഹരമായി ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി പഠിക്കാനായിട്ട് ഒന്നുകൂടെ ശ്രമിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.